ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ആദ്യത്തെ പാർട്സ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സസ് കണ്ടതിന് ശേഷം വേണം എല്ലാവരും ഈ ക്ലാസ് ഫോളോ ചെയ്യാൻ, എന്നാലേ എല്ലാവർക്കും ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് ഓരോ നമ്പേഴ്സിന്റെയും സ്ക്വയർ വെച്ചിട്ട് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ചെയ്യുന്നത്, ട്രയാങ്കുലർ നമ്പേഴ്സ്, സ്ക്വയർ നമ്പേഴ്സ്, ക്യൂബ്സ്, ഇതിന്റെയൊക്കെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി പേജ് നമ്പർ 5-ലെ 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Can you think of pictorial ways to visualize the sequence of power of 2, powers of 3? അതായത് പവർ 2ന്റെ പവറിനെയും 3യുടെ പവറിനെയും ഇതുപോലെ പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ തന്നിട്ടുണ്ട്. Here is one possible way to thinking about power of 2. അതായത് 2ന്റെ പവേഴ്സ് ആണല്ലോ ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഇവിടെ 1 എന്ന് പറയുന്നത് 2⁻0 ആണ് 1. അപ്പൊ അതിനിവിടെ 1 ഡോട്ട് കൊടുത്തു. ഇനി 2⁻1 ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ഡോട്ട്. ദെൻ 2⁻2 ആണ് 4 എന്ന് പറയുന്നത്. അപ്പൊ അതാ ഇവിടെ 4 ഡോട്ട് കൊടുത്തു. 1 2 3 4 ഡോട്ട്. ദെൻ 8 എന്ന് പറയുന്നത് 2⁻3 ആണ്. അപ്പോൾ ഇവിടെ 2⁻3 എന്ന് പറയുമ്പോൾ 8 ഡോട്ട്. അപ്പൊ ഇവിടെ അതിനെ 8 ഡോട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പിക്ചർ. അതുപോലെ 16 എന്ന് പറയുന്നത് 2⁻4 ആണ്. അപ്പൊ 2⁻4 ആകുമ്പോൾ 16 ഡോട്ട്സ് വരും. അപ്പോൾ ഇവിടെ 8 ഡോട്ട് ഉണ്ട്, ഇതിനകത്ത് 8 ഡോട്ട് ഉണ്ട്. അപ്പൊ ടോട്ടല് 16 ഡോട്ട് ഇട്ട് 2ന്റെ പവറിനെ റെപ്രസെന്റ് ചെയ്തു. അടുത്ത് നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പവർ ഓഫ് 3 ആണ്. പവർ ഓഫ് 3 നമുക്കിവിടെ ചെയ്ത് നോക്കാം. പവർ ഓഫ് 3 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പവർ ഓഫ് 3 അതായത് 3യുടെ പവർ നമുക്ക് എങ്ങനെ എഴുതാം? 3⁻0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ദെൻ 3⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 തന്നെയാണ്. 3⁻2 എന്ന് പറയുന്നത് 3 × 3 എത്രയാ? 9. ദെൻ 3⁻3 എന്ന് പറയുന്നത് ഈ 9നെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 9 × 3 അതായത് 27. ദെൻ 3⁻4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 27നെ വീണ്ടും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 27 × 3 അതായത് എന്ത് വരും? 3⁻4 എന്ന് പറയുന്നത് 81. ഈ 27 പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്താ എഴുതാം? 3 × 3 × 3 × 3. 3 എത്ര പ്രാവശ്യം എഴുതണം? 4 ടൈംസ്. അതായത് 3 × 3 എന്താണ്? ഈ 3 × 3 9 ഇൻറ്റു വീണ്ടും 3 × 3 9. അപ്പോൾ 9 × 9 81. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് 81 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ 27 × 3 ചെയ്യാം, 9 × 3 ചെയ്താലും 9 × 9 ചെയ്താലും 81 ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ എങ്ങനെ ചെയ്യാം? ഇവിടെ 3 സ്ക്വയർ 1 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കും? 3⁻0 1 ആണല്ലോ. അപ്പൊ ഇവിടെ 1 ഡോട്ട്. ദെൻ 3⁻1 3 ആണ്. അപ്പൊ നമ്മൾ എത്ര കൊടുക്കണം? 3 ഡോട്ട്. 1 2 3. അപ്പോൾ അടുത്ത് 3 സ്ക്വയർ എന്ന് പറയുന്നത് 3 × 3 അതായത് 3 ഡോട്ട്സ് വരുന്ന 3 കോളവും 3 റോസും വേണം. അതായത് താഴോട്ടും 3 ഡോട്ട്, സൈഡിലോട്ടും 3 ഡോട്ട്. അപ്പോൾ 3 എണ്ണം വീതം വരുന്ന 3 ലൈൻ. 3 × 3. ഇവിടെയും 1 2 3 താഴോട്ട് നോക്കിയാലും 3 എണ്ണം, സൈഡിലോട്ട് നോക്കിയാലും 3 എണ്ണം. അടുത്ത് 3 ക്യൂബ് അതായത് 9 × 3 27. അതായത് 9 ഡോട്ട് വരുന്ന 3 കോളം അല്ലെങ്കിൽ 3 ഡോട്ട് വരുന്ന 9 കോളം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ 9 ഡോട്ട് വരുന്ന 3 കോളം വരയ്ക്കാം. 1 2 3 4 5 6 7 8 9. അതുപോലെ 1 2 3 4 5 6 7 8 9. Then 1 2 3 4 5 6 7 8 9. കൂട്ടുകാർ ഇത് വരയ്ക്കുമ്പോൾ എല്ലാം ഒരേ ലൈനിൽ തന്നെ, ഈ ഡോട്ട്സ് എല്ലാം ഒരേ ലൈനിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 9 × 3 അപ്പോൾ 9 ഡോട്ട്സ് വീതം വരുന്ന 3 കോളം, അല്ലെങ്കിൽ നമുക്ക് ഓരോ ലൈനിലും 3 ഡോട്ട് ഇട്ടിട്ട് താഴെ 9 കോളം വരയ്ക്കാം. അടുത്ത് 3⁻4 എന്ന് പറയുന്നത് നമുക്ക് 27 × 3 ചെയ്താലും 81 കിട്ടും, 9 × 9 ചെയ്താലും 81 കിട്ടും. അപ്പൊ നമുക്ക് 27 ഡോട്ട് വെച്ച് 9 കോളം വരയ്ക്കാം, അല്ലെങ്കിൽ 9 ഡോട്ട് വെച്ച് 9 കോളം വരയ്ക്കാം. ഒന്നെങ്കിൽ 27 ഡോട്ട് ഇട്ട് 3 കോളംസ് വരയ്ക്കാം. അപ്പൊ ഇവിടെ നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് ചെറുതായിട്ട് മിസ് വരച്ചു തരാം. 1
2 ഞാനിവിടെ ചെയ്യുന്നത് 9 into 9 ആണ്. 9 ഡോട്ട് വീതം വരുന്ന 9 കോളംസ്. 1 2 3 4 5 6 7 8 9. ദെൻ അടുത്ത് ഇവിടെയും ഇതൊന്ന് ഞാൻ ഇറേസ് ചെയ്ത് തരാം. 9. അങ്ങനെ ഈ കോളം എല്ലാം കൂട്ടുകാരെ ഫില്ല് ചെയ്യണം. എനിക്കിത് മൗസ് ഉപയോഗിച്ച് എഴുതുമ്പോൾ വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടേക്കുന്നത്. കൂട്ടുകാരെല്ലാവരും ഇവിടെ ഡോട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൽ എഡിറ്റിങ്ങിൻ്റെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ കൂട്ടുകാർ ക്ഷമിക്കുക. നമുക്ക് വരും ക്ലാസ്സുകളിലെല്ലാം ഓവർകം ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.